യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമുക്കറിയാം 2026 ഏപ്രിൽ മാസത്തിലെ ദുഃഖവെള്ളി ദിവസമാണ്. ലോകമെമ്പാടും ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഓർക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തിലെ ഒരു പ്രത്യേകതയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ എൻ്റെ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഈ പ്രത്യേക ദിവസത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, മനുഷ്യനൊരു പാപിയാണ്. പാപി എന്ന് പറയുമ്പോൾ ഏദനിൽ വച്ച് വഞ്ചിക്കപ്പെട്ട ആദാമിൻ്റെ മക്കളായിട്ടാണ് എല്ലാവരും പിറക്കുന്നത്. അപ്രകാരം വഞ്ചന നടക്കുമ്പോൾ, അതായത് മനുഷ്യനിൽ പാപത്തിൻ്റെ വാസം ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപം എന്ന യജമാനനാണ്, അതായത് സാത്താൻ അല്ലെങ്കിൽ പിശാചാണ്. ഇപ്രകാരം ദൈവസൃഷ്ടിയായിട്ടുള്ള ആത്മാവ് പിശാചുമായിട്ട് കൂട്ടിച്ചേർന്ന് ജീവിക്കുന്നതിനെയാണ് പാപത്തിൻ്റെ അടിമത്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ മനുഷ്യനാകുമ്പോൾ മനുഷ്യനിൽ കാണുന്നത് രണ്ട് ആത്മവ്യക്തികളാണ്. ഒന്ന് ജീവനുള്ള ദേഹിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും, മറ്റൊന്ന് അവനെ വഞ്ചിച്ച സാത്താനും. ഇപ്രകാരമുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ജീവിക്കുന്ന ഈ ശരീരത്തിൽ നിന്നാണ് മനുഷ്യനെ യേശുക്രിസ്തു മോചിപ്പിക്കുന്നത്. എങ്ങനെയാണത്? ക്രിസ്തു രണ്ട് അധർമ്മികളോടൊപ്പം ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ട് അധർമ്മികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനിലെ പാപവും മനുഷ്യനിലെ ആത്മാവുമാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളും ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിച്ചു എങ്കിൽ മാത്രമേ തീർത്തും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുകയുള്ളൂ. ഇപ്രകാരം പാപത്തിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ ക്രിസ്തുവിനോടൊപ്പം ഒരു മരണം അനുഭവിച്ച്, അതായത് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുമ്പോൾ ആദാമിൽ ഉണ്ടായിരുന്ന, അതായത് ഏദനിൽ വെച്ച് വഞ്ചിക്കപ്പെട്ട ആ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ക്രൂശിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ താൻ വസിക്കുന്ന ശരീരം, അതായത് പാപവും വസിക്കുന്ന ശരീരത്തെ ജഡം എന്ന് കാണിച്ചുകൊണ്ട് ഈ ജഡവും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നതായിട്ടാണ് നാം വചനത്തിൽ നിന്ന്, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്രകാരം പഴയ മനുഷ്യനും പഴയ മനുഷ്യൻ വസിക്കുന്ന ജഡവും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഇല്ലായ്മയാകുന്നു. ഇതിൽ നിന്ന് ഒരു പുനരുദ്ധാനം യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ ആരായിട്ടാണ് മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കുമ്പോൾ, പാപത്തിൻ്റെ പകരക്കാരനായി യേശുക്രിസ്തു മരിക്കുമ്പോൾ അത് പാപം ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ പാപം ശിക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ വിശ്വാസിയോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ, തൻ്റെ വിശ്വാസത്തിൽ പാപമില്ലാത്തത് കൊണ്ടാണ് പാപം അവൻ്റെ മുകളിൽ കർത്തൃത്വം നടത്താത്ത വിധത്തിൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത്. ഇപ്രകാരം സ്വതന്ത്രനാകപ്പെട്ട മനുഷ്യനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എങ്ങനെ അധർമ്മികളോടൊപ്പം ക്രിസ്തു മരിച്ചു എന്ന് നമ്മൾ കാണുമ്പോൾ, അതെ, ആ അധർമ്മി നാം തന്നെയാണെന്നും നമ്മുടെ പഴയ മനുഷ്യനാണെന്നും നമ്മുടെ പാപശരീരമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമായിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇപ്രകാരം ക്രൂശുമരണത്തിലൂടെ നീതീകരിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ നീതിമാനായി തീരുകയും അവൻ നീതി ചെയ്തുകൊണ്ട് വിശ്വാസത്താൽ നീതിമാനായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം.